Hello friends, ഫെർട്ടിലിറ്റി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? എല്ലാവർക്കും എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ. പെട്ടെന്നൊരു ഗർഭധാരണം നടക്കാൻ നിങ്ങൾ ബന്ധപ്പെടുന്ന രീതിക്കും ഒരു പങ്കുണ്ട്. ഉടൻ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൂടുതൽ അറിയുന്നതിനായി വീഡിയോ മുഴുവനായി തന്നെ കാണുക കേട്ടോ. ഒരു ഗർഭധാരണം നടക്കുന്നതിനായി അത്യാവശ്യം വേണ്ടത് ക്വാളിറ്റിയുള്ള അണ്ടവും ക്വാളിറ്റിയുള്ള ബീജങ്ങളുമാണ് എന്നൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുമാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. സ്ത്രീയും പുരുഷനും സ്ത്രീയുടെ ഓവുലേഷൻ സമയം നോക്കി പരസ്പരം കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് അവിടെ ഒരു ഗർഭധാരണ സാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പൊസിഷൻ ഇതിൽ കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പൊസിഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും മെയിൽ സ്പേംസിന് ഈസി ആയിട്ട് സ്ത്രീയുടെ സർവിക്സിൽ പ്രവേശിക്കുന്ന തരത്തിലുള്ള പൊസിഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ എളുപ്പത്തിൽ പുരുഷ ബീജം സ്ത്രീയുടെ സെർവിക്സിൽ എത്താൻ സഹായിക്കുന്ന ഒരു പൊസിഷനാണ് മിഷനറി പൊസിഷൻ. ഈ ഒരു പൊസിഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ബീജങ്ങൾ സെർവിക്സിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ടിപ്പ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീയുടെ അരയ്ക്ക് താഴെ ഒരു പില്ലോ യൂസ് ചെയ്യുന്നത് സ്പേംസിൻ്റെ ലീക്കേജ് തടയുന്നതിനും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഈ ഒരു സ്പേംസിന് സെർവിക്സിലേക്ക് പ്രവേശിക്കുന്നതിനും ഈ ഒരു ടിപ്പ് കൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാനേ പാടില്ല. പകരം നിങ്ങളൊരു 30 മിനിറ്റ്സ് എങ്കിലും ബെഡിൽ റെസ്റ്റ് ചെയ്തേ മതിയാകൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ടിനായി, അതായത് കൂടുതൽ ആ ഒരു ഗർഭം ധരിക്കാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ലെഗ് അപ് ടു വോൾ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ കൂടി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. കാലുകൾ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒരു പൊസിഷനാണിത്. അതിൻ്റെ ഒരു ഇമേജ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെർവിക്സിലേക്ക് ഈ ഒരു മെയിൽ സ്പേംസിന് ഈസി ആയിട്ട് സഞ്ചരിക്കാനും അതുപോലെ തന്നെ യൂട്രസിലേക്ക് എത്താനും യൂട്രസിൽ നിന്ന് ട്യൂബിലേക്ക് എത്താനും ഈ ഒരു പോസ് കൂടെ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു പൊസിഷൻ മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ട്രൈ ചെയ്താൽ മാത്രമാണ് നിങ്ങളിൽ ഗർഭധാരണം നടക്കുന്നു എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. ഈ ഒരു പൊസിഷനിൽ കൂടുതൽ കൂടെ ഗർഭധാരണ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം പെട്ടെന്ന് തന്നെ ബീജങ്ങൾക്ക് സ്ത്രീയുടെ സെർവിക്സിലേക്ക് പ്രവേശിക്കാൻ ഈ ഒരു രീതി വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആകാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓവുലേഷൻ സമയത്ത് തന്നെ ആയിരിക്കണം ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഇത് ഗർഭധാരണത്തിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയിൽ ഗർഭധാരണം നടക്കുന്നത് അവരുടെ ഓവുലേഷൻ സമയം നോക്കി ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ഫെർട്ടൈൽ ഡേയ്സ് ഏതാണ് എന്നുള്ളത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു രീതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരുന്ന ഒരുപാട് ലക്ഷണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ചില സ്ത്രീകളിൽ നമ്മൾ സെർവിക്കൽ മ്യൂക്കസ് എല്ലാം നോക്കിയിട്ട് നമ്മൾക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഓവുലേഷൻ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എന്നതിനെപ്പറ്റി. ഞാനതിൻ്റെ ലിങ്ക് ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഓവുലേഷൻ കണ്ടുപിടിക്കുന്ന, അപ്പോൾ അതിൻ്റെ സഹായവും നിങ്ങൾക്ക് തേടാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം നിങ്ങൾ ഓവുലേഷൻ്റെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഓവുലേഷന് ഒരു 3-4 ദിവസം മുന്നേ തന്നെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞിട്ടും ഒരു 3 ദിവസം വരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് കോണ്ടാക്ട് ചെയ്യാട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് അനുകൂലമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതുപോലെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.